ഹലോ എവരിവൺ, വെൽക്കം ടു കരിയർ മേക്കർ. നമ്മളിന്ന് വരുന്ന SBI ക്ലർക്ക് അതുപോലെ POയുടെ മെയിൻസിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കുറച്ച് അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് അത് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റിനകത്തോട്ട് പോവാം. ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുക. ഇൻ എ സർവേ ഓഫ് 100 സ്റ്റുഡൻസ്, മൊത്തം 100 സ്റ്റുഡൻസിൻ്റെ ഒരു സർവേ നമ്മൾ എടുത്തായിരുന്നു. അതിനകത്ത് 55 പേര് IPS ക്ലർക്ക് സെലക്റ്റായി, 36 പേര് IPS PO സെലക്റ്റായി, 48 പേര് SBI ക്ലർക്കിന് സെലക്റ്റായി, 16 പേര് ആദ്യത്തെ 2 എക്സാമിന് സെലക്റ്റായി, 18 പേര് അത് കഴിഞ്ഞിട്ടുള്ള 2 എണ്ണത്തിന് സെലക്റ്റായി, 15 പേര് ആദ്യത്തേലും അവസാനത്തേലും സെലക്റ്റായി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എല്ലാത്തിനും സെലക്റ്റായ പിള്ളേരെ എണ്ണമാണ്. നമ്മളിവിടെ സെറ്റ് തിയറി യൂസ് ചെയ്യുന്നത്. അതായത് 3 സെറ്റുണ്ട്. സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി. ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി, ഇതാണ് ബി ഇൻ്റർസെക്ഷൻ സി, ഇതാണ് എ ഇൻ്റർസെക്ഷൻ സി. ഈ കിടക്കുന്ന പോർഷനിലെ അത് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്നാണ്. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാറ്റഗറിക്കകത്ത് ഉള്ളതെന്നാണ് അർത്ഥം, അല്ലേ? അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ 3 കാറ്റഗറിയിലുള്ളത്. ഇനി ഇവരെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്: നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി. അതായത് എയിലും ബിയിലും സിയിലും കൂടെ മൊത്തം എത്ര എലമെൻറ്റ്സ് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബി പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സി മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ സി മൈനസ് ബി ഇൻ്റർസെക്ഷൻ സി പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എല്ലാത്തിലുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണമാണ്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി അതോടെ നിർത്തുക, ബാക്കിയുള്ള എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മേളിലത്തങ്ങ് മാറ്റുവാണേ. എ യൂണിയൻ ബി യൂണിയൻ സി എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ എണ്ണം, അല്ലെങ്കിൽ 3 കാറ്റഗറിയിലുമായിട്ട് മൊത്തം എത്ര എലമെൻറ്റ്സ് ഉണ്ട് അതിൻ്റെ എണ്ണം എത്രയാണ്? 100. മൊത്തം 100 ആൾക്കാരുടെ സർവേ ആണ് നടത്തിയത്. ആദ്യത്തേൽ സെലക്ട് ആയത് 55, രണ്ടാമത്തേൽ സെലക്ട് ആയത് 36, മൂന്നാമത്തേൽ സെലക്ട് ആയത് 48, മൈനസ് ഇനി 2 എണ്ണത്തിലുള്ളത് അതിൽ നിന്ന് കുറയ്ക്കണം. -16, -18, -15 എല്ലാം കഴിഞ്ഞ് പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് ഈ ടൈം കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസറായി. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് കുറേ ടേംസ് കട്ടായി പോകും, അല്ലേ? ഇതിനകത്ത് 55-ലെ 5ഉം ഈ 5ഉം കുറഞ്ഞു പോകും, 36-ലെ 6ഉം ഈ 6ഉം കുറഞ്ഞു പോകും, 48-ലെ 8ഉം ഈ 8ഉം കുറഞ്ഞു പോകും. അപ്പോൾ 100 റൈറ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്? 50, 30, 80, 80, 40, 120, 120ൽ നിന്ന് 30 കുറച്ചാൽ ബാക്കി എത്രയുണ്ട്? 90 പ്ലസ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാത്തിലുള്ളത് കിട്ടുക എത്രയായിരിക്കും? 10 ആയിരിക്കും. ഓക്കെ, ഇതായിരിക്കും ആൻസർ. ജസ്റ്റ് നമ്മുടെ സെറ്റ് തിയറി നമ്മൾ അപ്ലൈ ചെയ്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കും. എ ഇൻവെസ്റ്റഡ് എമൗണ്ട് എക്സ്, ബി ഇൻവെസ്റ്റഡ് എക്സ് പ്ലസ് 900 ഇനി ബിസിനസ് ഫോർ 12 months ആൻഡ് 8 months റെസ്പെക്റ്റീവ്ലി. അപ്പോൾ 2 പേര് ബിസിനസ്സിലുണ്ട്, എയും ബിയും. അത് ഇൻവെസ്റ്റ് ചെയ്ത പൈസ വന്നിട്ടുണ്ട് എക്സും എക്സ് പ്ലസ് 900. ബിസിനസ് എന്ന സമയം 12 months 8 months ആണ്. ഇനി അവർക്ക് കിട്ടിയ ടോട്ടൽ പ്രോഫിറ്റ് 5800 ആണ്. ബിയുടെ ഷെയർ 1000 ആണ്. സോറി, 1000 മോർ ദാൻ എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ബി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഇക്വേഷനാണ്. പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ ഇൻറ്റു ടൈം റേഷ്യോ. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് റേഷ്യോ എടുക്കണം. നമുക്ക് എല്ലാ റേഷ്യോസും A/B എന്നുള്ള രീതിയിൽ എഴുതി പോവാം. എല്ലാ റേഷ്യോസും A/B എന്നുള്ള രീതിയിൽ എഴുതി പോവാം. പ്രോഫിറ്റ് റേഷ്യോ, ടോട്ടൽ പ്രോഫിറ്റ് ഷെയർ 5800 അല്ലേ? ബിയുടെ ഷെയർ അതിനേക്കാളും 1000 കൂടുതലാണെന്നല്ല പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആ 5800ൽ നിന്ന് 1000 മാറ്റി വയ്ക്കുക. ബാക്കി എത്ര ഉണ്ട്? 4800. അതിനെ പകുതിയാക്കുക. അതിനെ പകുതിയാക്കിയാൽ എത്രയാണെന്ന് കിട്ടും? എക്ക് 2400 എന്ന് കിട്ടും. ഓക്കെ, ബിക്കും 2400 കിട്ടും. ഇനി ആർക്കാണോ 1000 കൂടുതലുള്ളത് അത് അയാൾക്ക് കൊടുത്തേക്കുക. അപ്പോൾ ബി 2500 ആണ്, എന്നോട് 1000 കൂടെ കിട്ടിയ എത്രയും 3400. അപ്പോൾ ഇതാണ് രണ്ടുപേരും പ്രോഫിറ്റ് ഷെയർ, അല്ലെങ്കിൽ ഇതാണ് വേറെ പ്രോഫിറ്റ് ഷെയറിൻ്റെ റേഷ്യോ. ഇനി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ, എ ഇൻവെസ്റ്റ് ചെയ്ത് എക്സ് ആണ്, ബി ഇൻവെസ്റ്റ് ചെയ്ത് എക്സ് പ്ലസ് 900 ആണ്. ഇനി ടൈം റേഷ്യോ, എ നിന്നത് 12 മാസവും ബി നിന്നത് 8 മാസമാണ്. ഇത് സോൾവ് ചെയ്ത് എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ബി എക്സ് കണ്ടുപിടിക്കുക. എക്സ് പ്ലസ് 900 സോൾവ് ചെയ്ത ആൻസറായി, അല്ലേ? നമുക്കിത് എങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നത് നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് വെട്ടി ചെറുതാക്കാൻ നോക്കുകയാണെങ്കിൽ 12 നേരെ ഇവിടെ കിട്ടും, 2 100 വെട്ടിപ്പോവും, 2 ഇവിടെ എത്ര കിട്ടും? 17 കിട്ടും, അല്ലേ? അപ്പോൾ എക്സ് ബൈ എക്സ് പ്ലസ് 900 ഈസ് ഈക്വൽ ടു 8/17 കിട്ടും. ഓക്കെ,
ഇനി ക്രോസ് മൾട്ടിപ്ലൈ ആണെന്ന് പോരാ കേട്ടോ, പെട്ടെന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഇവിടെ എത്ര കൂടുതലുണ്ട്? 900 റുപ്പീസ് കൂടുതലുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എത്ര തന്നെ കൂടുതലുണ്ടായിരിക്കണം? 900 റുപ്പീസ് തന്നെ ഇവിടെയും കൂടുതലുണ്ടായിരിക്കണ്ടേ? പക്ഷെ ഇവിടുത്തെ വ്യത്യാസം എത്ര? 9 പാർട്ടാണ്. ആ 9 പാർട്ട് 900 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? 800ഉം ഇത് 1700ഉം ആയിരിക്കത്തില്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര? എക്സിൻ്റെ വാല്യൂ 800, എക്സ് പ്ലസ് 900 അത്ര 1700. കണ്ടുപിടിക്കുന്ന ബി ഇൻവെസ്റ്റ് ചെയ്ത പൈസ അല്ലേ? ബി ഇൻവെസ്റ്റ് ചെയ്ത പൈസ എത്ര? 1700. ഓക്കെ ആണോ? ലീനിയർ ഇക്വേഷൻസ് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ അറിയായിരിക്കണം. പ്രത്യേകിച്ചില്ല, നമ്മൾ നമ്മുടെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ ആ പ്രൊപ്പോർഷനാണ് ജസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവരും പെട്ടെന്നൊന്ന് വായിച്ച് നോക്കും. ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് വായിച്ച് നോക്കുക എല്ലാവരും. സച്ചിൻ എന്ന് പറയുന്നത് ഒരു ഷോപ്പ് കീപ്പറാണ്. അയാൾ ഒരു സോഫ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, സച്ചിൻ ഒരു ഷോപ്പ് കീപ്പറാണ്. അയാൾ ഒരു സോഫ മേടിച്ചിട്ടുണ്ട്. അയാൾ ആ സോഫ P% പ്രോഫിറ്റിൽ കൊടുത്തു. ഓക്കെ, ഇയാൾ ഇതേ സോഫ 20% പ്രൈസ് കുറച്ച് മേടിച്ചിട്ട് P+5% പ്രോഫിറ്റിൽ കൊടുക്കുമായിരുന്നെങ്കിൽ രണ്ട് സെല്ലിംഗ് പ്രൈസുള്ള വ്യത്യാസം 357 ആയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ സെല്ലിംഗ് പ്രൈസ് 1768 ആണെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് പ്രൈസിനെ പറ്റി നമുക്കൊരു ഐഡിയ ഇല്ല. സെല്ലിംഗ് പ്രൈസ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പെർസെൻറ്റേജ് ഒക്കെ കോസ്റ്റ് പ്രൈസിനോട് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും അല്ലേ? ഇനി ലാസ്റ്റ് തന്നെ തുടങ്ങുവാണെങ്കിൽ രണ്ട് സെല്ലിംഗ് പ്രൈസുള്ള വ്യത്യാസം 357 ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പുതിയ സെല്ലിംഗ് പ്രൈസ് 1768 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പണ്ടത്തെ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കുമോ ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കുമോ കൂടുതൽ വരിക? നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇയാൾക്ക് കോസ്റ്റ് പ്രൈസ് ഉണ്ട്, അത് എത്രയും നമുക്കറിയത്തില്ല. ഓക്കെ, ആദ്യം ഇയാൾക്ക് കോസ്റ്റ് പ്രൈസ് ഉണ്ട്, അത് എത്രയും നമുക്കറിയില്ല. അപ്പോൾ ആദ്യത്തെ കോസ്റ്റ് പ്രൈസ് അത് അയാളത് P% പ്രോഫിറ്റിൽ വിൽക്കുന്നത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് CP × 100 + P അത്രയും പെർസെൻറ്റേജ് ആയിരിക്കും. ഓക്കെ, അതായത് 10% പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ 110% എഴുതത്തില്ലേ? അതുപോലെ P% പ്രോഫിറ്റ് എടുത്തപ്പോൾ CP × 100 + P%. ഇനി എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ കോസ്റ്റ് പ്രൈസ് കുറയും അല്ലേ? ഇത് ഓൾഡ് സെല്ലിംഗ് പ്രൈസാണ്. ഇനി നമുക്ക് പുതിയ സെല്ലിംഗ് പ്രൈസ് നോക്കാം. പുതിയ സെല്ലിംഗ് പ്രൈസിലോട്ട് പോകണമെങ്കിൽ കോസ്റ്റ് പ്രൈസ് തന്നെ കുറയും. എത്ര ശതമാനം കുറയും? 20% കുറയും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 20% കുറയുമ്പോൾ 80% ആവത്തില്ലേ? അപ്പോൾ CP തന്നെ 80% 80% എന്ന് പറഞ്ഞാൽ 4/5. പുതിയ പ്രോഫിറ്റ് പെർസെൻറ്റേജ് P+5% ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? × 100 + P+5. 100 + P+5 കഴിയുമ്പോഴത്തേനും 105 + P അത്രയും പെർസെൻറ്റേജ് എന്ന് വരത്തില്ലേ? ഇതാണ് ഇയാളുടെ രണ്ട് സെല്ലിംഗ് പ്രൈസുകൾ. ഓക്കെ, ഇതിനകത്ത് ഏത് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും വലുത്, ഏത് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും ചെറുത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഓൾറെഡി ഉള്ള കോസ്റ്റ് പ്രൈസിനൂടെ P% പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് ഈ സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ഇനി ഓൾറെഡി ഉള്ള കോസ്റ്റ് പ്രൈസിൽ നിന്നും 20% താഴ്ത്തും. 20% താഴ്ത്തിയതിന് ശേഷം അയാൾ ഒരു P+5% ഇൻക്രീസ് ചെയ്യും. ഓക്കെ ആണോ? 20% താഴ്ത്തിയതിന് ശേഷം P+5%. ഇത് അതുപോലെ തന്നെ നിർത്തിയിട്ട് P%. അപ്പോൾ ഏതായിരിക്കും കൂടുതൽ? ഇതായിരിക്കത്തില്ലേ കൂടുതൽ? അത് കുറവായിരിക്കത്തില്ലേ? ഓക്കെ ആണോ? അപ്പോൾ ഈ സെല്ലിംഗ് പ്രൈസ് കൂടുതലും മറ്റേ സെല്ലിംഗ് പ്രൈസ് കുറവുമാണ്. പുതിയ സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുണ്ട് 1768. അങ്ങനെയാണെങ്കിൽ പഴയ സെല്ലിംഗ് പ്രൈസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? 357 അല്ലേ ഈ സെല്ലിംഗ് പ്രൈസുകളുടെ വ്യത്യാസം. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ആ 1768ൻ്റെ കൂടെ ആ കിടക്കുന്ന 357 ആഡ് ചെയ്യണം. കാരണം സെല്ലിംഗ് പ്രൈസിനകത്ത് പുതിയ സെല്ലിംഗ് പ്രൈസ് കുറവും പഴയ സെല്ലിംഗ് പ്രൈസ് കൂടുതലുമായിരിക്കും. ഓക്കെ ഓക്കെ ഇതൊന്ന് ആഡ് ചെയ്ത് അപ്പോൾ എത്ര വരും? ഇവിടെ 5, 12, 1, 2125 എന്ന് വരും. ഓക്കെ, ഇതാണ് പഴയ സെല്ലിംഗ് പ്രൈസ്, ഇതാണ് പുതിയ സെല്ലിംഗ് പ്രൈസ്. ഇത്രയും ക്ലിയർ ആണോ? ഈ വാല്യൂസ് മാത്രം നിർത്തി ബാക്കിയുള്ളതിനെ ഞാനങ്ങ് മാറ്റുവാണേ. ഓക്കെ, ഇനി ഞാനെന്താ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് പണ്ടത്തെ CP ആണ് അല്ലേ? അപ്പോൾ അതിലോട്ട് പോകാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് റിലേഷൻ അങ്ങ് റേഷ്യോ ആകും. അപ്പോൾ എനിക്ക് ആ P എന്ന് പറഞ്ഞ സാധനം എനിക്ക് അവിടെ നിന്ന് സോൾവ് ചെയ്തിട്ടും. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. CP × 100 + P
അത്രയും പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 2125 ഡിവൈഡഡ് ബൈ സി പി ഇൻറ്റു 4/5 ഇൻറ്റു 105 പ്ലസ് പി, അത്രയും പെർസെൻറ്റേജ്, അത് 1768 ആണ്. ഇത് സോൾവ് ചെയ്താൽ എനിക്ക് ആ പി എന്ന് പറയുന്ന സാധനം കിട്ടും. ഓക്കെ, നോക്കാം ഇവിടെ എന്തൊക്കെ കട്ടായി പോകും. എക്സാമിന് പോകുമ്പോൾ ഇതൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ, പെട്ടെന്നോട്ട് ചെയ്തോണം. പെർസെൻറ്റേജ് കട്ടായി പോയി, സി പി കട്ടായി പോയി. 4 ഇവിടെ കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 442 വരും. ഒരു 5 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2210 എന്ന് വരും. അപ്പോൾ പി പ്ലസ് 100 ഡിവൈഡഡ് ബൈ പി പ്ലസ് 105 ഇസ് ഈക്വൽ ടു 2125 ഡിവൈഡഡ് ബൈ 2210 എന്ന് വന്നില്ലേ. ഇവിടെ എത്ര കൂടുതലുണ്ട്? 5. അവിടെ എത്ര കൂടുതലുണ്ട്? 85 അല്ലേ. ഓക്കെ, ഇവിടെ 5 കൂടുതലുണ്ട്, അവിടെ 85 കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ 17 വെച്ചങ്ങ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഡിഫറൻസ് 5 ആയിക്കോളുമല്ലോ. മേളിൽ 17 വെച്ച് ഡിവൈഡ് ചെയ്താൽ പി പ്ലസ് 100 ഡിവൈഡഡ് ബൈ പി പ്ലസ് 105 ഇസ് ഈക്വൽ ടു, മേളിൽ 17 വെച്ച് ഡിവൈഡ് ചെയ്താൽ 21 1 ആണ്, ബാക്കി എത്രയുണ്ട്? 4, 2 തവണ 8, 17 × 5 85. താഴെ 2210നെ 17 വെച്ച് ഡിവൈഡ് ചെയ്താൽ 22 1 ആണ്, 50 3 ആണ്, 130. അങ്ങനെയാണെങ്കിൽ പിയുടെ വാല്യൂ എത്രയായിരിക്കും? പി പ്ലസ് 100 125 ആണെങ്കിൽ പിയുടെ വാല്യൂ 25. പി പ്ലസ് 105 130 ആണെങ്കിൽ പിയുടെ വാല്യൂ എത്രയാണ്? 25. അപ്പോൾ നമുക്ക് ആ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടി. എത്രയാണ്? 25%. ഓക്കെയാണ്. ഇനി നമുക്ക് സി പിയിലോട്ട് വരാം. സി പി കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നുകിൽ ഇതെടുക്കാം അല്ലെങ്കിൽ ഇതെടുക്കാം. ഏതുള്ള നമുക്ക് യൂസ് ചെയ്യാം. ഒന്നുകിൽ ഈ റിലേഷൻ എടുക്കാം, ഫസ്റ്റ് റിലേഷൻ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് റിലേഷൻ എടുക്കാം. ഫസ്റ്റ് റിലേഷൻ എടുക്കാനായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു അല്ലേ. കാരണം സി പിയുടെ 100 പ്ലസ് പി അത്രയും പെർസെൻറ്റേജ് 2125 ആണെന്നല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ സി പിയുടെ 100 പ്ലസ് പി അത്രയും പെർസെൻറ്റേജ്, അതായത് 125%. 125% എന്ന് പറഞ്ഞാൽ എത്ര? 5/4 അല്ലേ. അത് 2125 ആണ്. അവിടുന്ന് സി പി കണ്ടുപിടിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. 5 വെട്ടിക്കഴിഞ്ഞാൽ 4, 2, 5 ഇൻറ്റു 4 കൂടെ ചെയ്യാം. അപ്പോൾ 1600 100 1700 എന്ന് വരത്തില്ല ആൻസർ. ക്ലിയർ ആണോ? ഇത്രയും വേരിയബിൾസ് വന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും സ്റ്റെപ്പ് വന്നത്. ബേസിക്കലി നമ്മൾ 2 സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എഴുതി വെട്ടി പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചു, നേരെ കാൽക്കുലേറ്റ് ചെയ്തു. അത്രയും ബേസിക്കലി ചെയ്തിട്ടുള്ളൂ. ഓക്കെ, യെസ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോവാം. ക്വസ്റ്റ്യൻ എല്ലാവരും പെട്ടെന്നൊന്ന് വായിച്ച് നോക്കും. ഓക്കെ, ഓക്കെ, സാലറി ഓഫ് അഹാൻ ഇസ് 37.5% ഓഫ് ടോട്ടൽ സാലറി ഓഫ് അഹാൻ ആൻഡ് കുണാൽ. 2 പേരുണ്ട്, അഹാനും കുണാലും. ആദ്യത്തെ ആളുടെ സാലറി ഇവരുടെ ടോട്ടലിൻ്റെ 37.5% എന്ന് പറഞ്ഞിരിക്കുന്നത്. പെർസെൻറ്റേജ് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഫ്രാക്ഷൻ നമ്മൾ മനസ്സിലാലോചിക്കും. എത്രയാണ്? 3/8. കാരണം അത് 75%-ൻ്റെ പകുതിയല്ലേ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടാമത്തെ ആൾ സേവ് ചെയ്യുന്നത് അയാളുടെ സാലറി 60%. 2 പേരും ടോട്ടൽ സേവിങ്സ് അഹാൻ കോളേജ് 50% ഓഫ് ദിയർ ഇൻകം. അവരുടെ ഇൻകത്തിൻ്റെ 50% ആണ് അവരുടെ ടോട്ടൽ സേവിങ്സ്. അവരുടെ എക്സ്പെൻഡിച്ചർ 32,000 ആണെങ്കിൽ 2 പേരുടെ സാലറി, ടോട്ടൽ സാലറി ഓഫ് അഹാൻ ആണ് കോളേജ്, 2 പേരുടെ സാലറിയുടെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ കിടക്കുന്നുണ്ട്, കാനോട്ട് ബി ഡിറ്റർമൈൻഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ആൻസർ വേണമെങ്കിൽ അത് മാർക്ക് ചെയ്യാം. ഓക്കെയാണോ? എന്തായാലും നമുക്ക് ഈ പറഞ്ഞേക്കുന്നതെല്ലാം ചെയ്തു പോകാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടിട്ട് കുഴപ്പമില്ല, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. എന്നാലും നമുക്ക് പെട്ടെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. 2 പേരുണ്ട്, അഹാൻ അതുപോലെ തന്നെ കുണാൽ, 2 പേരുണ്ട്. അഹാൻ്റെ സാലറി ഇവരുടെ ടോട്ടൽ സാലറിയുടെ 3/8 ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവരുടെ ടോട്ടൽ സാലറി 8 പാർട്ടാണെങ്കിൽ അഹാൻ്റെ സാലറി എത്ര? 3 പാർട്ടായിരിക്കും. അപ്പോൾ ഇയാളുടെ സാലറി 3 പാർട്ട്, അങ്ങനെ ഇയാളുടെ പാട്ട് സാലറി എത്രയായിരിക്കും? ബാക്കിയുള്ള 5 പാർട്ടായിരിക്കത്തില്ലേ. ടോട്ടൽ സാലറിയുടെ 3/8 ആണ് അഹാൻ്റെ സാലറി. അപ്പോൾ ടോട്ടൽ 8 പാർട്ടുണ്ടെങ്കിൽ 3 പാർട്ട് അയാൾക്ക്, അങ്ങനെ ബാക്കി 5 പാർട്ട് ഇയാൾക്കായിരിക്കത്തില്ലേ. ഇനി പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ആൾ സേവ് ചെയ്യുന്നത് അയാളുടെ സാലറിയുടെ 60%. അപ്പോൾ ഒരു കാര്യം ചെയ്യാം,
ഇത് നമുക്ക് 30 പാർട്ടെന്നും ഇതിന് 50 പാർട്ടെന്നും വിളിക്കാം. ഇയാളുടെ സേവിങ്സ് എക്സ്പെൻഡിച്ചർ, ഇയാൾക്കുണ്ടാവും സേവിങ്സും എക്സ്പെൻഡിച്ചറും. കുണാൽ രണ്ടാമത്തെ ആൾ സേവ് ചെയ്യുന്നത് സാലറിയുടെ 60%. ഇതിൻ്റെ 60% എത്ര? 30. ബാക്കി 20 അപ്പം എക്സ്പെൻസാണ്. അതുപോലെ ടോട്ടൽ സേവിങ്സ് ഓഫ് അഹാൻ ആൻഡ് കുണാൽ ഈസ് 50% ഓഫ് ദ ടോട്ടൽ ഇൻകം. ഇവരുടെ ടോട്ടൽ സേവിങ്സ് ഇവരുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ 50% എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ ടോട്ടൽ ഇൻകം എത്രയാണ്? 80 പാർട്ടാണ്. 80ൻ്റെ 50%, അതായത് 40 ഇവരുടെ ടോട്ടൽ സേവിങ്സ്. ഇയാളുടെ സേവിങ്സ് 30 ആണെങ്കിൽ ഇയാളുടെ സേവിങ്സ് എത്രയായിരിക്കും? 10 ആയിരിക്കും. അങ്ങനെ എക്സ്പെൻസ് എത്രയായിരിക്കും? 20 ആയിരിക്കും. ഇതൊന്നും എക്സാക്ട് വാല്യൂസ് അല്ല, ഇതെല്ലാം എന്താണ്? ഇതിവരുടെ റേഷ്യോ ആണ്. ഓക്കെ, ഇതൊന്നും എക്സാക്ട് വാല്യൂസ് അല്ല, ഇതെല്ലാം റേഷ്യോ ആണ്. ഇവരുടെ സാലറി 30 50 ആണെങ്കിൽ ഇവരുടെ സേവിങ്സ് എക്സ്പെൻസ് ഒക്കെ ഇതൊക്കെ ആയിരിക്കും. ഇനി പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ആവറേജ് എക്സ്പെൻസ് 32,000 ആണ്. അങ്ങനെയാണ് ഇവരുടെ ടോട്ടൽ സാലറി അല്ലേ ചോദിച്ചിരിക്കുന്നത്. ആവറേജ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസിൻ്റെ ആവറേജ്. ഓക്കെ, സോറി, രണ്ടുപേരുടെ എക്സ്പെൻസ് ആക്ച്വലി സെയിം ആയിരുന്നു അല്ലേ. ഇത് സേവിങ്സ് ഇവിടെ എത്രയായിരുന്നു? 20 ആയിരുന്നു. ഓക്കെ ഓക്കെ ഇവരുടെ ആവറേജ് എക്സ്പെൻസ് രണ്ടുപേരുടെ, ഇയാളുടെ എക്സ്പെൻസ് 20 ആണ്, ഇയാളുടെ എക്സ്പെൻസ് 20 ആണ്. അപ്പോൾ ആവറേജ് എക്സ്പെൻസ് എത്ര? അതും 20 അല്ലേ. ആ 20 പാർട്ട് എന്ന് പറയുന്നത് 32,000 ആണെങ്കിൽ ഇവരുടെ ടോട്ടൽ സാലറി ചോദിച്ചിരിക്കുന്നത്. 20 പാർട്ട് 32,000 ആണെങ്കിൽ ഒരു പാട്ട് എത്രയായിരിക്കും? 1600 ആയിരിക്കും അല്ലേ. ഇവരുടെ ടോട്ടൽ സാലറി 80 പാട്ടല്ലേ. അപ്പോൾ 80 പാട്ടെന്ന് പറഞ്ഞാൽ 80 × 1600, 16 × 8 ചെയ്താൽ 80 48, 128, പിന്നെ 30. ഇതായിരിക്കും അവരുടെ ആൻസർ. ഓക്കെ, ബേസിക്കലി ഒന്നുമില്ല, ഇവർ പറഞ്ഞേക്കുന്ന പോലെ നമ്മൾ ഇവരുടെ സാലറിയുടെയും സേവിങ്സിൻ്റെ എക്സ്പെൻസിൻ്റെ ഒക്കെ നമ്മൾ റേഷ്യോസ് എടുത്തു. ഇവർ പറഞ്ഞേക്കുന്ന ഒരു നമ്പറുമായിട്ട് റേഷ്യോ ഇക്വേറ്റ് ചെയ്തു വാല്യൂ കണ്ടുപിടിച്ചു. അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ.